പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള വടകര തിരുവള്ളൂർ കിഴക്കേടത്ത് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം 6 ദിവസം നീണ്ടുനിന്ന വിവിധ പരിപാടികളോടെ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേലേടം വാമനൻ നമ്പൂതിരി ചടങ്ങുകൾക്കും പൂജകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബാലാലയങ്ങളിൽ വസിക്കുകയായിരുന്ന കുട്ടിച്ചാത്തൻ, ചാമുണ്ഡി, കാരണവർ, ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളികൻ തുടങ്ങിയ മൂർത്തികളെ പുതുതായി പ്രതിഷ്ഠിച്ച ബിംബങ്ങളിലേക്ക് ആവാഹിച്ചായിരുന്നു പുനഃപ്രതിഷ്ഠ. പിന്നീട് താഴികക്കുട പൂജ ഉൾപ്പെടെ വിവിധ പൂജകൾ നടന്നു. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് പ്രസാദം, പ്രാതൽ, ഉച്ചയൂണ് തുടങ്ങിയവ വിതരണം ചെയ്തു. ആചാര്യവരണത്തോടുകൂടി ആരംഭിച്ച പരിപാടികളിൽ പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി വിവിധ ദിവസങ്ങളിലായി മുളയിടൽ, പ്രസാദശുദ്ധി, വാസ്തു കലശാഭിഷേകം, മുളപൂജ, പഞ്ചഗവ്യം, കലശപൂജകൾ, അനുജ്ഞാ കലശപൂജ തുടങ്ങി വിവിധ പൂജകളും സമാദരം എന്ന പേരിൽ ആദരിക്കൽ പരിപാടിയും നടന്നു. ക്ഷേത്രവും സമൂഹവും എന്ന വിഷയത്തിൽ രവിലാൽ കടമേരിയുടെ ആധ്യാത്മിക പ്രഭാഷണം, രംഗീഷ് കടവത്തിന്റെ ലഹരിക്കെതിരെ ബോധവൽക്കരണം, മെഗാ തിരുവാതിര, നെല്ലിയാടി ശ്രീരാഗം ആർട്സ് കൊയിലാണ്ടി അവതരിപ്പിച്ച ചിലപ്പതികാരം, വിൽക്കലാമേള എന്നിവയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. VK കുട്ടി പ്രസിഡന്റും NM ചന്ദ്രൻ സെക്രട്ടറിയും KK നിഖിൽ ഖജാൻജിയുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മുഴുവൻ നാട്ടുകാരും ഉൾക്കൊള്ളുന്ന കമ്മിറ്റി സന്നദ്ധ സേവനമുൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ